ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രചനയാണെങ്കിൽ ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് മഞ്ജിമടുത്ത് ചോദിക്കുന്നുണ്ട്, മഹേഷ് എഴുന്നേറ്റ് നടന്നതിന്റെ സന്തോഷമായിട്ടാണ് പായസവും കാര്യങ്ങളൊക്കെ ആഘോഷമൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മഞ്ജ പറയുന്നുണ്ട്, അതാണെന്നാണ് പറയണത്. പക്ഷെ അത് മാത്രല്ല, വേറെ എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറയുമ്പോ വേറെ എന്ത് കാര്യമാ എന്ന് രചന ചോദിക്കാണ്. അതെനിക്കറിയില്ല, എന്നോടിപ്പോ ഒന്നും പറയാറില്ലല്ലോ, നിന്റെ അമ്മ പോലും ഒന്നും പറഞ്ഞില്ലേ, എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നണത് ഇത് മഹേഷ് എഴുന്നേറ്റ് നടന്നതിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, വേറെ എന്തോ കാര്യം ഇതിന് പിന്നിലുണ്ട് എന്ന് പറയാണ്. രചന പറയണ്ട്, മഹേഷ് ഒരു 6 മാസമെങ്കിലും കിടക്കുന്ന കിടപ്പ് കിടക്കോന്ന ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്കാണല്ലോ ഗുണം, മഹേഷിനെ കാണാൻ വേണ്ടി ഇടയ്ക്കിടക്ക് വരുമായിരുന്നല്ലോ, ഇനിയിപ്പൊ ആ പേര് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് രചന പറയുമ്പോഴേക്കും മഞ്ജുവ പറയണ്ട്, അത് നീ പറഞ്ഞ ശരിയാണ്. ഇനി നിന്നെ ഈ വീട്ടിൽ അമ്മ കേറ്റൂല്ല. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ മഹേഷിനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തത് കൊണ്ടിട്ടും പിന്നെ ആദ്യം കാണാനുള്ള ആഗ്രഹം കൊണ്ടിട്ടൊക്കെയാണ് നിന്നെ കേറ്റുന്നുണ്ടായിരുന്നത്. ഇനി എന്തായാലും അമ്മ നിന്നെ കേറ്റില്ല. ഇനിയിപ്പോ എന്താ മഞ്ജുമേ ഞാൻ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, നോക്കാം. അല്ല, ഇവിടെ വേറെന്താ ആഘോഷം നടക്കാണെന്ന് നീ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിനക്ക് സാധിക്കോ? ഞാൻ അന്വേഷിച്ച് നോക്കാം, എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്നോട് അമ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. എന്നാൽ ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് മഞ്ജിമ പറയാണ്. ആ സമയത്താണ് രചന മഹേഷിന്റെ റൂമിലേക്ക് പോകുമ്പോ മഹേഷ് 2 മക്കളോട് സംസാരിച്ച് പായസമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. രചനനെ കാണുമ്പോ മഹേഷ് പറയണ്ട, രചന എന്താ അവിടെ തന്നെ നിന്നത്, വാ കേറി വാ ഇരിക്ക് എന്നൊക്കെ പറയണം. മഹേഷിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? എന്നാൽ ഇത്ര പെട്ടെന്ന് മഹേഷ് എഴുന്നേൽക്കണ്ടായിരുന്നു. ഇനി ഇതിന്റെ ഭാഗമായിട്ട് മഹേഷിന് ചിലപ്പോ വേദനയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ? എനിക്കൊരു കുഴപ്പമില്ല രചന, ഞാനിപ്പോ ഓക്കെയാണ്, മുമ്പത്തെക്കാളും ആരോഗ്യം എനിക്കിപ്പോ ഉണ്ട്. അല്ല, മഹേഷ് ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റത് ഒറ്റക്ക് എഴുന്നേറ്റതാണോ അത് ആരുടെയും സഹായം കൊണ്ട് എഴുന്നേറ്റതാണോ? ഞാൻ ഒറ്റക്ക് തന്നെ എഴുന്നേറ്റതാണ്, ഞാനിതുവരെ നടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായില്ലല്ലോ, പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് നടക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയാലോന്ന്, അങ്ങനെ ഒന്ന് ശ്രമിച്ചപ്പോ എഴുന്നേറ്റ് നടന്നതാണ് എന്ന് പറയാണ്. പിന്നെ രചന വന്നത് നന്നായി, എനിക്കൊരു ആഗ്രഹം രചന അടുത്ത് പറയാനുണ്ട് എന്ന് മഹേഷ് പറയാണ്. എന്നോടോ? എന്താ മഹേഷിന് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ എന്ന് രചന പറയണം. മഹേഷ് പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ആദിന ഇന്നൊരൊറ്റ ദിവസത്തേക്ക് ഇവിടെ നിർത്താൻ രചനക്ക് സാധിക്കോ എന്ന് ചോദിക്കാണ്. മഹേഷ്, അത് പിന്നെ അല്ല രചന, ഇന്നൊരു ദിവസം നിർത്തിയാൽ മതി, എൻ്റെ ഒരു ആഗ്രഹമാണ്, രചന നോ പറയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് മഹേഷ് പറയുമ്പോൾ രചന മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും മഞ്ജിമ പറഞ്ഞു ഇവിടെ വേറെ എന്തോ ഒരു സംഭവം കൂടിയുണ്ട്, വേറെ എന്തോ ഒരു ആഘോഷവും കൂടിയുണ്ട്, വേറെ എന്തോ സന്തോഷവും ഉണ്ടെന്നൊക്കെ മഞ്ജിമ പറഞ്ഞ സ്ഥിതിക്ക് ആദ്യം ഇവിടെ നിൽക്കണേ നല്ലത്. കാരണം ആദ്യക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുകയാണെങ്കിൽ നാളെ ആദ്യം വീട്ടിൽ വരുമ്പോൾ അവനോട് ചോദിച്ച് മനസ്സിലാക്കാലോ എന്ന് രചന വിചാരിക്കുകയാണ്. മഹേഷ് ചോദിക്കണ്ട, എന്താ രചന ഒന്നും പറഞ്ഞില്ലല്ലോ. മഹേഷിന്റെ ഒരു ആഗ്രഹമല്ലേ, ആദ്യം എന്നാ ഇന്ന് ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോ ആദിക്ക് സന്തോഷമാവണം. മമ്മി കാര്യമായിട്ടാണ് പറഞ്ഞത്. അതെ, മോന്റെ ഡാഡിയുടെ ഒരു ആഗ്രഹമല്ലേ, മോൻ ഇന്ന് ഇവിടെ നിന്നോ എന്ന് പറയുമ്പോ ചിപ്പിക്കൊക്കെ ഭയങ്കര സന്തോഷാവാട്ടോ. അങ്ങനെ ആദ്യം അതുപോലെ തന്നെ ആദ്യം ചിപ്പിയും മഹേഷും കൂടി ഒരുമിച്ചാണ് കേട്ടോ ആ ദിവസം കിടക്കണത്. മഹേഷിന്റെ 2 ഭാഗത്തും വലത് ഭാഗത്തും ഇടത് ഭാഗത്തും 2 മക്കള് മഹേഷിനെ കെട്ടിപ്പിടിച്ച് കിടക്കാണ്. അതേസമയം ആകാശ് ഈ കാര്യം അറിയുന്നുണ്ട്. ആകാശിനാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. ആദ്യം അവിടെ പോയിട്ടിരിക്കാന്ന് അറിയുമ്പോ ആകാശ് ഫുൾ മദ്യപിച്ച് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോ തന്നെ രചന വിചാരിക്കണ്ട, ഈശ്വര ആദ്യം അന്വേഷിക്കാതിരുന്നാ മതി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ആകാശ് ചോദിക്കണ്ടേ, എവിടെടി നിന്റെ പുത്രൻ ആദി എന്ന് ചോദിക്കുകയാണ്. അവൻ ഹോംവർക്ക് ചെയ്യുവാണ്. ഹോംവർക്ക് ചെയ്യുവാണെന്നോ? അതെ, അവൻ ഹോംവർക്ക് ചെയ്യാണ്. എവിടെ? മുറിയിലിരുന്നിട്ടോ? അതെ. അല്ല, ഇവിടത്തെ മുറിയിലാണോ അതോ മഹേഷ് ചന്ദ്രന്റെ വീട്ടിലെ മുറിയിലാണോ എന്ന് ചോദിക്കുമ്പോ ആകാശ് എന്താ ഇങ്ങനെയൊക്കെ പറയണത്? അവൻ ഇവിടുത്തെ റൂമിലാ ഹോംവർക്ക് ചെയ്യണത്. എന്തിനാണ് രചന ഇങ്ങനെ പച്ചക്കള്ള മുഖത്ത് നോക്കി പറയണത്? അവൻ ഇവിടെ ഇല്ല, അവിടെ മഹേഷ് ചന്ദ്രന്റെ വീട്ടിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോ രചന മനസ്സിൽ വിചാരിക്കാം കേട്ടോ, അപ്പോഴേക്കും ഇയാൾ ആ കാര്യം അറിഞ്ഞോ, ഇനിയിപ്പൊ എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിക്കണ്ട്. നീ അപ്പൊ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി തുടങ്ങിയല്ലേ? നീ എന്നോട് കാണിക്കണതും പറഞ്ഞതൊക്കെ വെറും നുണയാണ് അല്ലേ രചന പണ്ട് ഞാൻ ആകാശിനടുത്ത് പറയാന്ന് വിചാരിച്ചാണ്. പക്ഷെ ആകാശ് ഇങ്ങനെ കുടിച്ച് ലെക്ക് കേട്ട് വരുമ്പോ ഞാൻ എങ്ങനെയാ പറയത്? വേറൊന്നുമല്ല, മഹേഷ് വീട്ടിൽ എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്കൊരു പിടി കിട്ടിയില്ല, മഞ്ജിമക്കും അറിയില്ല. അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അവിടെ നിർത്തിയത്. അവിടെ എന്ത് ആഘോഷം നടക്കാനാടി? മഹേഷ് എഴുന്നേറ്റ് നടന്നതിന്റെ ആഘോഷമായിരിക്കും, വേറെ എന്ത് ആഘോഷം അവിടെ നടക്കാനാണ് എന്ന് ആകാശ് ചോദിക്കുമ്പോൾ രചന പറയണ്ട്, അങ്ങനെയല്ല ആകാശ്, അവിടെ വേറെ എന്തോ സംഭവം കൂടിയുണ്ട്, അത് അന്വേഷിക്കാനും അതിനെക്കുറിച്ച് അറിയാനുമാണ് ഞാൻ ആദ്യം അവിടെ നിർത്തിയത് എന്ന് തന്ത്രപൂർവ്വം രചന പറയാട്ടോ. പക്ഷെ ആകാശിന് അത് വലിയ വിശ്വാസമൊന്നുമില്ല. ആകാശ് പറയണ്ട്, രചന
നീ ഒരുപാട് എന്നെ ഇപ്പൊ പറ്റിക്കുന്നുണ്ട്, ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട്. നാളൊരു സമയത്ത് എനിക്ക് ദേഷ്യം വന്നാ ഞാൻ ജയിലിൽ പോയി കിടക്കൊന്നുമില്ല, നിന്നെ അങ്ങോട്ട് കൊന്നു കളയും ഞാൻ. നീ ചത്താൽ അന്വേഷിക്കാൻ പോലും വരാൻ ആരും ഉണ്ടാവില്ല. അറിയാലോ നിനക്ക്. ആകാശ്, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. അവിടെ എന്തൊരു സംഭവം ഉണ്ട് അതറിയാൻ വേണ്ടി മാത്രാണ് ഞാൻ ആദ്യം അവിടെ നിർത്തിയത്. അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോകുക കേട്ടോ. അതേസമയം നമ്മുടെ ഇഷിതയും മഹേഷും ആദിയും അതുപോലത്തെ ചിപ്പിയും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഒരു 2 ദിവസത്തേക്ക് ഇവിടുന്ന് മാറുന്നത് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യാന്ന്. പക്ഷെ മഹേഷിനുള്ളിൽ ഒരു ഹണിമൂൺ ട്രിപ്പ് ആണ് കേട്ടോ. അങ്ങനെ അവര് ഒരു പുറത്ത്, അത് തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെ കുറച്ചൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്. ആദ്യം അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിയും കൂടിയിട്ട് ഭയങ്കര ആഘോഷം കേട്ടോ. അവര് സെപ്പറേറ്റ് ഒരു റൂമിലാണ്. അവര് ആദ്യമായിട്ടല്ലേ ഒരുമിച്ച് ഇങ്ങനെ കിടക്കണതും ഒരുമിച്ച് കളിക്കണതും കൂടപ്പിറപ്പായിട്ട് പോലെ ഒരുമിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടല്ല. അപ്പൊ അത് അവർ ആ ഒരു ആഘോഷത്തിലാണ് ആദ്യം ചിപ്പിയും. അതേസമയം ഇഷിതേനെ ഒറ്റയ്ക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് മഹേഷ് കേട്ടോ. ഇഷിതയായിട്ട് മഹേഷ് ഭയങ്കര റൊമാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പ് അവർ അടിച്ചു പൊളിച്ച് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴാണ് ഇഷിത ആ ഒരു മഹാസത്യം മനസ്സിലാക്കണത്. ഇഷിതക്ക് പോലും മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം ഇഷിത തല കറങ്ങി വീഴാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴേക്കും എല്ലാവരും ഇഷിതയുടെ കൂടെ നിൽക്കാട്ടോ. കാരണം സ്വപ്നവല്ലിയുണ്ട്, രാമനാഥനുണ്ട്, പ്രിയാമണി, മാഷ്, മഹേഷ്, 2 കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാണ്. അപ്പോ ഇഷിത ചോദിക്കണ്ട, അയ്യോ ഞാനൊന്ന് തല ചുറ്റി വീണതിനാ നിങ്ങളെല്ലാവരും എന്തിനാ ടെൻഷനായിട്ട് എന്റെ ചുറ്റും നിൽക്കണത്? നിങ്ങളെല്ലാവരും ഇങ്ങനെ എത്രമാത്രം പേടിക്കും, ഇത്രമാത്രം എന്നെ സ്നേഹിക്കാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ ഇഷിത പറയണം. ആ സമയത്താണ് ഡോക്ടർ അവിടേക്ക് വരുന്നത്. ഇഷിതയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ ഡോക്ടർ, എന്താ എന്റെ മോൾക്ക് സംഭവിച്ചത് എന്ന് പ്രിയാമണി ചോദിക്കാണ്. ഡോക്ടർ പറയണ്ട, ഇഷിത ഒരു ഡോക്ടർ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ഇഷിതയുടെ കയ്യിൽ റിപ്പോർട്ട് കൊടുക്കാം. ഇഷിത വായിച്ചു നോക്കട്ടെ, ഇഷിത മനസ്സിലാക്കട്ടെ, ശേഷം ഇഷിത നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് വേണ്ട. ആ റിപ്പോർട്ട് ഇഷിതയുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ ഡോക്ടർ. എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇഷിത ആ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കുമ്പോഴേക്കും ഷോക്കായി പോവാണ്. ഇഷിതയുടെ മുഖം ആകെ വിളറി പേടിച്ച് വരണ്ടിരിക്കണ പോലെ ആ റിപ്പോർട്ട് വായിച്ചിട്ട്. അപ്പൊ അത് കാണുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ആവാട്ടോ. അയ്യോ മോളെ എന്തു പറ്റി, എന്താ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ എല്ലാവരും മാറി മാറി ചോദിക്കുമ്പോൾ ഇഷിത പൊട്ടിക്കാരാണ്. അപ്പൊ എല്ലാവരും വേറെ രീതിയിലാണ് തെറ്റിദ്ധരിക്കണം. ഇഷിതക്ക് വല്ല കുഴപ്പമുണ്ടോ, അതാണോ ഡോക്ടർ ഒന്നും പറയാത്തത്, ഇഷിത കരയണേനെ കാരണം അതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാവരും. ആ സമയത്ത് ഇഷിത പറയണ്ട്, ഇങ്ങനെ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് താൻ പ്രഗ്നന്റ് ആണ് എന്നാണ് റിപ്പോർട്ടിൽ എഴുതിയേക്കണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ്. അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഭാഗമാണ് നമ്മൾ നാളെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത് മാത്രല്ല, ഇതിനിപ്പോ രചന അറിയുമ്പോൾ രചനക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇതില് മലയാളത്തില് കുഴപ്പമൊന്നുമില്ല, ഇഷിത പ്രഗ്നന്റ് ആവണതും അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളോട് കൂടി തന്നെയാണ് ആ സീരിയൽ തീരുന്നത് ശരിക്കും മലയാളത്തിൽ. പക്ഷെ ഇതിന്റെ ഒറിജിനൽ വേർഷനിൽ ഇങ്ങനെയൊന്നും അല്ല. ഇത് ഇഷിത പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് ഇനിയും ഒരുപാട് കഥയുണ്ട് മലയാളത്തിൽ. പക്ഷെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് ഇഷിത പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ആ ഒരു സ്റ്റോറി അവിടെ വെച്ച് തീർക്കല്ല ചെയ്യുന്നത്. മലയാളത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ തെലുങ്ക് വേർഷൻ അത് കഴിഞ്ഞിട്ടും ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് തെലുങ്ക് പോലെ പോവാനായിരിക്കും ചാൻസ്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.